ബൂത്തിലെത്താൻ കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇവിടെ കേരളത്തിലെ അവസാന ഘട്ട ട്രെൻഡാണ് പരിഗണനാ വിഷയം. ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ പൊതുവെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. LDFന് കാര്യങ്ങൾ അത്ര പന്തിയല്ല, UDFന് അതീവ നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. UDFന്റെ ഒരു തേരോട്ടം തന്നെ സംഭവിക്കും. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. എന്നാൽ 2 മണ്ഡലങ്ങളിൽ പൊടിപാറുന്ന പോരാട്ടം കാഴ്ചവെക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയും. അത് തൃശൂർ മണ്ഡലമാണ്. അത് നേരത്തെ തന്നെ നമുക്കറിയാം, ശ്രീ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അവസാന നിമിഷം വരെ ഉദ്വേഗമായിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് നറുക്ക് വീണു. പലപ്പോഴും നമ്മൾ കേട്ടു, ഒരുപക്ഷെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. ഒന്നുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാറ്റുരയ്ക്കും എന്ന രീതിയിലും പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥി BJP കൊണ്ടുവന്നു. അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നതെങ്കിലും ആളൊരു മലയാളിയാണ്, രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ കളം നിറഞ്ഞു നിൽക്കാൻ, ത്രികോണ മത്സരത്തിന് പ്രതീതി ജനിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും പറ്റി. അതുപോലെ BJP ചില മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി അനൗപചാരികമായി തിരിച്ചുകൊണ്ട് അവിടെ ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കാനുള്ള കഴിഞ്ഞ പ്രാവശ്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, പാലക്കാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മെച്ചപ്പെട്ട പ്രചരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന ഒരു നിരീക്ഷണമായിരുന്നു. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ ശ്രീ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്, ഭാഗികമായ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒട്ടൊക്കെ ശരിയുമാണ്. എങ്കിലും അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് പൂർണ്ണമായി അംഗീകരിക്കാനും ആവില്ല. അത് UDF LDF പോരാട്ടം തന്നെയാണ് അന്തിമ വിശകലനത്തിൽ. അവിടെ ഒരുപക്ഷെ LDFന് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു മണ്ഡലവുമാണ്. പൊതുവെ UDFന് മേൽക്കൈയുള്ള കേരളത്തിന്റെ ആകമാന അവസരത്തിൽ പാലക്കാട് ഒരുപക്ഷെ ട്രഡീഷണൽ LDF വോട്ടുകളെല്ലാം പെട്ടിയിൽ വീഴുകയാണെങ്കിൽ LDFന് ചെറിയ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് കോൺഗ്രസ് MP VK ശ്രീകണ്ഠനെ പരാജയപ്പെടുത്താനാവും. എന്നാൽ പത്തനംതിട്ടയിൽ കളിപ്പാളി, ഭാരതീയ ജനതാ പാർട്ടിയുടെ കളിപ്പാളി. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആന്റണിയുടെ മകൻ കൂറുമാറി BJPയിലെത്തിയ ശ്രീ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വാഭാവികമായി 3 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരത്തിൽ BJPക്ക് നിർണായകമായി നേട്ടമുണ്ടാക്കാം. കോർ ഹിന്ദു വോട്ടിനോടൊപ്പം, വികസന വോട്ടിനോടൊപ്പം, മധ്യവർഗ വോട്ടിനോടൊപ്പം ആന്റണിയുടെ മകൻ എന്ന പരിഗണനയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി കൂടിയായ അനിൽ ആന്റണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവസാന റൗണ്ടുകളിൽ എത്തുമ്പോൾ മങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ പ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം K സുരേന്ദ്രൻ നേടിയ 2,90,000 പരം വോട്ട് നിലനിർത്താൻ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഓൾറെഡി KS രാധാകൃഷ്ണൻ ഉഴുതുമറിച്ചിട്ട ആ ഒരു മണ്ണ് BJPക്ക് മെച്ചപ്പെട്ട ഒരു പ്രതിച്ഛായ നൽകി. വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും അവിടെ വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുന്ന വോട്ട് ഷെയർ ഒരുപക്ഷെ ഏത് മുന്നണിയാണ്, ഇടതുപക്ഷത്തെയാണോ അതോ കോൺഗ്രസിന്റെ KC വേണുഗോപാലിനെയാണോ അഫക്ട് ചെയ്യുന്നത് എന്ന് പറയാറായിട്ടില്ല. അവിടെ KC വേണുഗോപാലിന് മുൻതൂക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നു. BJP പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് നേടിയ വോട്ടിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ V മുരളീധരൻ 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചേക്കാം. പക്ഷേ V മുരളീധരൻ കൂടുതലായി പിടിക്കുന്ന വോട്ടുകൾ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ V ജോയ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണോ ബാധിക്കുന്നത് എന്നറിയാൻ വയ്യ. അവിടെ നിന്നാലും യഥാർത്ഥ ഫൈനൽ റൗണ്ടിൽ അവിടുത്തെ പോരാട്ടം UDF LDF തമ്മിൽ തന്നെയാണ്. അവിടെ അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യത്തെ MP ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെയധികം ആവേശം, ഈ ത്രികോണ മത്സര പോരിലുള്ള തൃശ്ശൂരും തിരുവനന്തപുരം മാറ്റി നിർത്തിയാൽ ഏറെ ആവേശം മുതിർന്ന മണ്ഡലം യഥാർത്ഥത്തിൽ വടകര മണ്ഡലമാണ്. വടകര മണ്ഡലം ഇടതുപക്ഷത്തിന്റെ പ്രസ്റ്റീജ് സീറ്റാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ളതും ഈ ഓഞ്ചിയം ഏറാമല മേഖലകൾ അടങ്ങുന്നതുമായ RMP വിട്ടുപോയിട്ട് ഇടതുപക്ഷത്തിന് യാതൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ, ജനതാദൾ ഒക്കെ വിട്ടുപോയിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് തെളിയിക്കേണ്ട ചുമതല LDFനുണ്ട്. പക്ഷെ കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ തോൽക്കാനായിരുന്നു, ശക്തമായ അടിത്തറയുണ്ടെങ്കിലും തോൽക്കാനായിരുന്നു വിധി. കഴിഞ്ഞ പ്രാവശ്യം ജയരാജൻ പരാജയപ്പെട്ടു. അവിടെ മുരളീധരൻ ജയരാജനെ മലർത്തിയടിച്ചു. ഇപ്രാവശ്യം അത് സംഭവിക്കാതിരിക്കാൻ കരുതിക്കൂട്ടി ഏറ്റവും പ്രതിച്ഛായയുള്ള, ഏറ്റവും വോട്ട് നേടാൻ കഴിയുന്ന LDF സ്ഥാനാർത്ഥി ശ്രീമതി KK ശൈലജ മട്ടന്നൂരിൽ 60,000-ൽ പരം വോട്ടിന് വിജയിച്ചു. നിയമസഭാ സെഗ്മെന്റിൽ 60,000 വോട്ട് എന്നൊക്കെ പറയുന്നത് ഗംഭീര ഭൂരിപക്ഷമാണ്.
റെക്കോർഡ് ഭൂരിപക്ഷമാണ്. അത്രയും ഭൂരിപക്ഷം ലഭിച്ച ശ്രീമതി ശൈലജ ടീച്ചറിനെ കൊണ്ടുവന്നപ്പോൾ അത് പിടിച്ചെടുക്കുമെന്ന പ്രതീതി ഉണ്ടായി. പക്ഷേ ഷാഫി പറമ്പലിന്റെ കടന്നുവരവോടെ കോൺഗ്രസിന്റെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, ചെറുപ്പക്കാരനായ ഷാഫി പറമ്പലിന്റെ കടന്നുവരവോടെ അവിടെ വലിയ ഒരു ടൈറ്റ് മത്സരമായി. അവസാന റൗണ്ടിൽ കാണുന്നത് അനാരോഗ്യപരമായ പോസ്റ്റർ വിവാദം, അതുപോലെ ഈ വീഡിയോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. ശൈലജ ടീച്ചറിന്റെ വീഡിയോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പങ്കുണ്ട് എന്ന ആരോപണവും പിന്നീട് അത് ഭാഗികമായി തിരുത്തേണ്ടി വന്നതും പരസ്പരം അയച്ച വക്കീൽ നോട്ടീസും എല്ലാം തന്നെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാക്കി. അവിടെ ഇപ്പോൾ ഇടതുപക്ഷം പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് വടകര മണ്ഡലം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകര മണ്ഡലത്തിൽ ഒരുപക്ഷെ ഷാഫി പറമ്പലിന് ചെറിയ മേൽക്കൈ അവസാന റൗണ്ടിൽ ഉണ്ടായി. അത് മാറിയും മറിഞ്ഞും ഇരിക്കുന്നു. ഇനിയുള്ള 24 മണിക്കൂറിൽ എന്തെങ്കിലും അടിയൊഴുക്കുകൾ സംഭവിക്കുമോ എന്ന് മാത്രമേ നോക്കിക്കാണാനുള്ളൂ. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ കാസർഗോഡ് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയെ മറുപക്ഷത്തുണ്ട്. പക്ഷേ UDF സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് വേണം കരുതാൻ. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി UDFിലേക്ക് കേന്ദ്രീകരിച്ചാൽ സമസ്ത വോട്ടുകളും, അതുപോലെ സമസ്തയുടെ വോട്ട്, മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ, പരമ്പരാഗതമായ മുസ്ലിം അടിത്തറ, ഇതെല്ലാം സമാഹരിക്കാനായാൽ ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താന് സാധ്യതയുണ്ട്. കണ്ണൂര് പൊടിപാറുന്ന മത്സരമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് കണ്ണൂര് K സുധാകരന്റെ രൂപത്തിലാകാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ സുധാകരനല്ല, ഇപ്പോൾ സുധാകരനെതിരെ MV ജയരാജന് വിജയസാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അവസാന റൗണ്ടിൽ UDFിന് അനുകൂലമായ ഒരു വലിയ കുത്തൊഴുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിലേറി ഒരുപക്ഷെ അവിടെ K സുധാകരൻ വിജയിച്ചാലും ഞാൻ അത്ഭുതപ്പെടില്ല. വടകരയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വയനാട് രാഹുൽ ഗാന്ധിക്ക് എത്രയാവും ഭൂരിപക്ഷം എന്നത് മാത്രമാണ് വിഷയം. പക്ഷേ വടകര ദേശീയ ശ്രദ്ധയുള്ള മണ്ഡലം കൂടിയാണ്. വയനാടിൽ CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജയും രാഹുൽ ഗാന്ധിയും തമ്മിൽ മല്ല് പിടിക്കുന്നത് പരമാവധി മുതലാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 80,000 വോട്ട് ഒരുപക്ഷെ BJP സഖ്യകക്ഷിയാണ്, BDJS ആണ് മത്സരിച്ചത്. ഇപ്പോൾ അതിനെ 1,20,000 30,000 ആക്കി മാറ്റാൻ K സുരേന്ദ്രന് കഴിയും. പക്ഷേ K സുരേന്ദ്രൻ അവിടെ മത്സര ചിത്രത്തിൽ ഗൗരവമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ സംസ്ഥാന പ്രസിഡന്റിനെ അവിടെ നിർത്തി കുരുതി കൊടുക്കുമ്പോഴും ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ BJPക്ക് കഴിഞ്ഞു. കാരണം ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇറക്കിയിരിക്കുന്നത് എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു എന്നത് അവിടെ നേട്ടമാണ്. ഇവിടെ ഉണ്ടായ ഗുസ്തി, CPI കോൺഗ്രസ് ഗുസ്തി അല്ലെങ്കിൽ UDF LDF ഗുസ്തി, അത് രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ പിണറായി വിജയനും തമ്മിലുള്ള വാക്പോറിലേക്ക് തന്നെ അത് എത്തിച്ചു. അതിന്റെ പ്രയോജനം ഇവിടെയല്ല. BJP അതിന്റെ പ്രയോജനം വടക്കേ ഇന്ത്യയിൽ എടുക്കാനുള്ള സാധ്യത കാണുന്നു. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അവിടെ കോഴിക്കോട് സിറ്റിംഗ് സീറ്റ് UDFിന്റെതാണ്. MK രാഘവേട്ടൻ എന്നും കൂടെ വിളിക്കുന്ന രാഘവന് വിജയസാധ്യത കൂടുതലുണ്ട് അവിടെയും. പക്ഷെ LDFിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ ഒരുപക്ഷെ ഇളമരം കരിമിക്ക എന്ന് വിളിക്കപ്പെടുന്ന ഇളമരം കരിമിന് തുല്യ സാധ്യത കൽപ്പിക്കാവുന്നതേ ഉള്ളൂ. തെക്കോട്ട് വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, അത് പൊന്നാനിയും മലപ്പുറവും. ഇത് രണ്ടും, ഒന്ന് പൊന്നാനി തീരദേശ മണ്ഡലമാണ്, മലപ്പുറം കുറച്ചുകൂടി ഉൾനാടൻ മണ്ഡലമാണ്. ഇവിടെ 2 അധികായന്മാർ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തും മത്സരിക്കുന്നു. അതിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ദുർബലരാണെന്ന് പറയാനാവില്ല. അതൊക്കെ മറ്റൊരു ഭാഗത്ത് നടത്തിയെടുത്ത സ്ഥാനാർത്ഥികളാണ്. ഹംസ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്. സമസ്തയുടെ വോട്ടുകൾ കുറെയൊക്കെ സമാഹരിക്കാൻ സാധിക്കും. പക്ഷേ അവിടെ വിജയസാധ്യത സമദാനിക്ക് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതുപോലെ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറം മണ്ഡലത്തിൽ ET മുഹമ്മദ് ബഷീറിന്റെ കാര്യമായി വെല്ലുവിളി ഉയർത്താൻ വസീഫ് എന്ന CPM സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ ഒരു പക്ഷേ CPMന്റെ വോട്ട് ഷെയറിന് കൂടാൻ സാധിക്കും. അവിടെ ആദ്യമായി ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ഏക മുസ്ലിം കാൻഡിഡേറ്റ് അവിടെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ BJP ഫീൽഡ് ചെയ്യുന്ന ഏക മുസ്ലിം കാൻഡിഡേറ്റ് മലപ്പുറത്തെ മുസ്ലിം കാൻഡിഡേറ്റ് ആയ BJP കാൻഡിഡേറ്റ് ആയിരിക്കാം. അവിടെയും ഫലം പ്രവചിച്ചിട്ട് കാര്യമില്ല. അത് UDF മണ്ഡലം തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ പൊടിപാറുന്ന പോരാട്ടമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറെ പറഞ്ഞു കഴിഞ്ഞ മണ്ഡലമാണ്. അവിടെ തുല്യ സാധ്യതയാണ് K മുരളീധരൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും, അതുപോലെ സുരേഷ് ഗോപി എന്ന വലിയ പ്രതീക്ഷയുള്ള BJP സ്ഥാനാർത്ഥിക്കും, അതുപോലെ VS സുനിൽകുമാർ. അവസാനം പൂരവുമായി ബന്ധപ്പെട്ട ചില കശപിശകൾ, ചില കൺഫ്യൂഷൻ, പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാനാണ് സാധ്യത. അതിന്റെ ദോഷം വരാൻ പോകുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിനാണ്. അതിന്റെ മെച്ചം സുരേഷ് ഗോപി എടുക്കുമോ K മുരളീധരൻ എടുക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ അവിടെ സംശയമുള്ളൂ. കുറച്ചുകൂടി കിഴക്കോട്ട് പോകുമ്പോൾ പാലക്കാട് മണ്ഡലത്തിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ വലിയ സാധ്യത UDF കണ്ടിട്ടില്ലാത്തതും എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നാടകീയമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞതുമായ മണ്ഡലമാണ്. അതിനുള്ള പാലക്കാട് ജില്ലയിലെ തന്നെ അടുത്ത മണ്ഡലം. അപ്പം അവിടെ രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൽ വളരെ വലിയ ഒരു ഗുഡ് വിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇപ്രാവശ്യം അതേ ഗുഡ് വിൽ, അതേ ഭൂരിപക്ഷം
1,68,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം ആവർത്തിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. രമ്യ ഹരിദാസിന്റെ ഭൂരിപക്ഷം വളരെയധികം കുറയും. വളരെ സ്വീകാര്യനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എന്ന ഇപ്പൊ മന്ത്രി കൂടിയാണ് അദ്ദേഹം കടന്നു വരുമ്പോൾ അവിടെ പോരാട്ടം കനക്കാനാണ് സാധ്യത. അപ്പോൾ തന്നെ എങ്കിലും UDF ഒരു പക്ഷേ രമ്യയിലൂടെ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചിരിക്കാം. അങ്ങനെയാണ് അവിടെ കരുതുന്നത്. മലബാർ മണ്ഡലം വിട്ട് ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ തെക്കോട്ട് വരുമ്പോൾ അവിടെ പണ്ട് മുകുന്ദപുരം ആയിരുന്ന ഇപ്പോഴത്തെ ചാലക്കുടി മണ്ഡലത്തിൽ UDF ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ പക്ഷേ ഒരു പാർട്ടി, പുതിയൊരു പാർട്ടിയുണ്ട്, 2020 എന്ന പാർട്ടി. കേരളത്തിലെ ഒരു ആം ആദ്മി പാർട്ടിയാണ് ഒരു പക്ഷേ 2020. കിഴക്കമ്പലം പഞ്ചായത്തിലൊക്കെ സ്വാധീനമുള്ള സാബു ജേക്കബിന്റെ പാർട്ടി. അത് മധ്യവർഗ വോട്ടുകൾ വലിയ തോതിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മധ്യവർഗ വോട്ടുകൾ കോൺഗ്രസിന് പോകാവുന്ന, UDF പോകാവുന്ന മധ്യവർഗ വോട്ടുകൾ ആ പാർട്ടി ഒരു 15% വോട്ട് പിടിച്ചാൽ ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിന്റെ ഭൂരിപക്ഷം വല്ലാതെ കുറയാൻ സാധ്യതയുണ്ട്. സി രവീന്ദ്രനാഥ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുള്ള ആക്സെപ്റ്റൻസും ബെന്നി ബെഹനാന് ദോഷമായി വരാം. അതുകൊണ്ട് ബെന്നി ബെഹനാൻ പരാജയപ്പെടാൻ സാധ്യതയില്ല എങ്കിലും ഭൂരിപക്ഷം 1,00,000 മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ആവർത്തിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇടതുപക്ഷം വിജയിക്കുമെന്ന് പറയാനൊട്ട് ആവത്തുമില്ല. അതാണ് ചാലക്കുടിയിലെ സ്ഥിതി. ഇനി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം UDF തട്ടകമാണ്. ഹൈബി ഈഡൻ വീണ്ടും ജയിച്ചു വരുന്ന മണ്ഡലം. അവിടെ ലത്തീൻ കത്തോലിക്കർക്ക് കാര്യമായ പിൻബലം, കോൺഗ്രസിന് അടിസ്ഥാനപരമായ പിൻബലമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ്. അവിടെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. KJ ഷൈൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി അധ്യാപിക കൂടിയാണ്. വളരെ വലിയ ഒരു ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടി. സ്ഥാനമൊക്കെ വോട്ടായി മാറുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. BJPക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. KS രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നു. പക്ഷെ BJPക്ക് അടിസ്ഥാനപരമായി വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലമല്ല എറണാകുളം എന്നോർക്കണം. ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ വീണ്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം, മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടം, ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്നു. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ പണ്ട് ചർച്ചാ വിഷയമായതുപോലെ ഇപ്പോൾ വരുന്നില്ല. എങ്കിലും അത് പൊടിതട്ടിയെടുക്കുന്നു. ജോയ്സ് ജോർജ് എന്ന ഇടത് സ്വതന്ത്രനെ ഇപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തന്നെ സ്വതന്ത്രൻ വിത്ത് പാർട്ടി സിംബൽ മത്സരിപ്പിക്കുന്നു. അവിടെ ഫലം ഏതാണ്ട് പ്രവചനത്തിനുള്ളിലാണ്. അവിടെ ഡീൻ കുര്യാക്കോസിന് ഒരു എഡ്ജ് ഉണ്ടാവും. അത് കോൺഗ്രസ് മണ്ഡലം അല്ലെങ്കിൽ UDF മണ്ഡലമായി തുടരാനാണ് ഇടുക്കിയിൽ സാധ്യത. എന്നാൽ കോട്ടയത്തേക്ക് വന്നു കഴിയുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു. കോട്ടയം കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്. യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണ്? അത് മാണി വിഭാഗമാണോ, ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗമാണോ, അതോ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ആണോ യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു മത്സരമാണ്. അവരെപ്പോഴും പറഞ്ഞിരുന്നു കോട്ടയം അവിടുത്തെ പ്രധാന പാർട്ടി കേരള കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സുകാർ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്ക് അവിടെ ഇൻടാക്ട് ആണ് എങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നോമിനിയായി ഫ്രാൻസിസ് ജോർജ്, മുൻപ് ഇടതുപക്ഷത്തായിരുന്ന ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ UDF നോമിനിയായി വരുന്നു. കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളും ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു സഹതാപത്തിന്റെ ബാക്കിയും എല്ലാം ചേർന്ന്, പിന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ പിൻബലവും എല്ലാം ചേർന്ന് അവിടെ ശ്രീ ചാഴിക്കാടനേക്കാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ചാഴിക്കാടനേക്കാൾ മേൽക്കൈ ഫ്രാൻസിസ് ജോർജിനുണ്ട് എന്ന് കരുതാം. കോട്ടയം ജില്ലയിൽ നിന്നും വീണ്ടും പടിഞ്ഞാറേക്ക് പോയി ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോരാട്ടം, ഉഗ്രൻ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ BJPക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഏക LDF MP CPM AM ആരിഫ്, അദ്ദേഹത്തിന് ബദലായി അവിടം വിട്ടുമാറുകയും വീണ്ടും തിരിച്ചെത്തുകയും ചെയ്ത KC വേണുഗോപാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ഒരു ദേശീയ നേതാവ് എന്നുള്ള പ്രതിച്ഛായ കൂടി ഉള്ളതുകൊണ്ട് ശ്രീ KC വേണുഗോപാൽ ഒരു പക്ഷേ വിജയം സുനിശ്ചിതമായ ഒരു മണ്ഡലമായി ആലപ്പുഴയെ വേണമെങ്കിൽ കാണാം. ആലപ്പുഴയിൽ നിന്നും തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ മാവേലിക്കര മണ്ഡലം, 3 ജില്ലകളെങ്കിലും കോട്ടയം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി പടർന്നു കിടക്കുന്ന, നെടുനീളൻ മട്ടിൽ കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ഒരംഗം കൂടെ കുറിക്കുകയാണ്, 4ാം അംഗം കുറിക്കുകയാണ്. അവിടെ കൊടിക്കുന്നിലിനെതിരെ ഒരുപാട് പരാതികളുണ്ട്. ആന്റി ഇൻകംബൻസി വേവ് ഉണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി അരുൺകുമാർ സാമാന്യം അൺടെസ്റ്റഡ് ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് പ്രതിച്ഛായ ഇപ്പോൾ മെച്ചമാണ്. അവിടെ പൊടിപാറുന്ന പോരാട്ടമാണ് എന്നതാണ് സകല റിപ്പോർട്ടുകളും. അവിടെ അവസാന റൗണ്ടിൽ കൊടിക്കുന്നിലിന്റെ അനുഭവ പരിചയം ഗുണമായി വന്നില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന ഒരു ചെറിയ വിജയം അവിടെ ഉണ്ടാവാം. പക്ഷേ അവസാന റൗണ്ടിൽ കൊടിപാറിക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കാണാനാവും. പത്തനംതിട്ടയിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. നേരത്തെ സംസാരിച്ച പത്തനംതിട്ടയിൽ ആന്റണി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 4ാം അംഗത്തിന് കോപ്പ് കൂട്ടുന്നു. ഈ 4ാം അംഗത്തിൽ പ്രതിബന്ധമാകേണ്ടിയിരുന്നത് BJP ആണ്. ആ BJP ഇപ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥിയെ അനിൽ ആന്റണിയെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ നേരിട്ടുള്ള മത്സരം നടക്കുന്നു. അവിടെ തോമസ് ഐസക് ഏറ്റവും ഇടതുപക്ഷത്തിന് കാട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. അക്കാദമിക പ്രതിച്ഛായ കൂടിയുള്ള മുൻ ധനകാര്യമന്ത്രി ശ്രീ TM തോമസ് ഐസക്. അവസാന റൗണ്ടിൽ തോമസ് ഐസക്കിനെ മറികടക്കാൻ തക്ക നമ്പറുകൾ ആന്റണിക്ക് ലഭിക്കും. കോൺഗ്രസ് അവിടെ ജയിച്ചു വരും എന്ന ഒരു ചിന്തയാണുള്ളത്. കൊല്ലത്ത് ഒരു പ്രവചനത്തിനുമില്ല. കാരണം കൊല്ലം MK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ പ്രഭാവമാണ് അവിടെ വിഷയം.
ആ വ്യക്തി BJP-യോട് ചേർന്ന് നിൽക്കുന്നു, നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് പ്രാതൽ കഴിച്ചു. അത് വോട്ടായി മാറ്റാൻ, അത് നെഗറ്റീവ് വോട്ടായി മാറ്റാൻ ഇടതുപക്ഷം പരമാവധി ശ്രമിച്ചു. BJP ഒരു സിനിമാ താരത്തെ തന്നെ നിർത്തി, ഇടതുപക്ഷവും സിനിമാ താരത്തെ നിർത്തി, മുകേഷിലൂടെ അത് തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള കൊല്ലത്ത് വീണ്ടും 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 RSPയുടെ UDF കാൻഡിഡേറ്റ് ആയ MK പ്രേമചന്ദ്രൻ വിജയിച്ചു വരാനുള്ള സാധ്യത കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ ഇപ്രാവശ്യമുണ്ട്. ഭൂരിപക്ഷം എത്ര എന്നതാണ് പ്രധാനപ്പെട്ട ചിന്താവിഷയം. ഇനി ശേഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളാണ്, ആറ്റിങ്ങൽ മണ്ഡലവും തിരുവനന്തപുരം മണ്ഡലവും. ആറ്റിങ്ങലിൽ പൊടിപാറുന്ന പോരാട്ടം നടക്കുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. ഏതാണ്ട് എല്ലാ സീറ്റുകളും നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി V. ജോയത്തിനെ രംഗത്തിറക്കിക്കൊണ്ട് CPM മത്സരം ഘടിപ്പിക്കുകയാണ്. അവിടെ നിലവിലുള്ള സിറ്റിംഗ് MP അടൂർ പ്രകാശ് ഇപ്രാവശ്യം കുറേയേറെ വേർക്കേണ്ടി വരുന്നു. അടൂർ പ്രകാശിന് ശക്തമായ സാമ്പത്തിക പിൻബലമുണ്ട്. അദ്ദേഹത്തിന്റെ അളിയൻ വലിയ ബിജു പ്രകാശ് അദ്ദേഹത്തിന് വലിയ തോതിൽ പണമിറക്കാൻ കഴിയും. അത് മാത്രമല്ല, ഒരു ഈഴവ വോട്ടിന്റെ ഒരു പ്രയോജനം V. ജോയ്ക്ക് ലഭിക്കുന്നത് പോലെ അടൂർ പ്രകാശിന് ലഭിക്കും. അങ്ങനെ അടൂർ പ്രകാശ് കോൺഗ്രസിന് നൽകാവുന്ന അത്യുഗ്രൻ സ്ഥാനാർത്ഥിയാണ്. അവിടെ കോന്നി മണ്ഡലത്തിൽ നിരന്തരം വിജയിച്ചു വന്ന, LDF-ന് വേരോട്ടമുള്ള കോന്നി മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വീണ്ടും വീണ്ടും വിജയിച്ചു വന്ന അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് വന്നപ്പോൾ ആ ഒരു വികസനത്തിന്റെ തുടർച്ച, അല്ല എങ്കിൽ അപരാജിതമായ ഒരു കുതിപ്പ് ഇവിടെ സംഭവിച്ചു. ആ അപരാജിതന് ഇപ്രാവശ്യം പരാജയമുണ്ടാകാൻ ചെറിയ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സീറ്റിൽ ഇടതുപക്ഷം വളരെ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അത് വടകരയേക്കാൾ കൂടുതൽ പ്രതീക്ഷ, തൃശ്ശൂരിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ, പാലക്കാടിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം തിരുവനന്തപുരം മണ്ഡലത്തിലെ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി പ്രവർത്തിക്കേണ്ട CPM കാഡറിന്റെ ഒരു ഭാഗം അവസാന റൗണ്ടിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ മണിക്കൂറുകളിൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനർത്ഥം ആറ്റിങ്ങൽ വിട്ടുകൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല. തങ്ങളുടെ പരമ്പരാഗത മണ്ഡലം ഏറെക്കാലം സമ്പത്ത് കൈവശം വെച്ചിരുന്ന ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു പ്രാവശ്യം ജയിച്ചു വന്നു, കോൺഗ്രസ് കാൻഡിഡേറ്റ് ജയിച്ചു വന്നു. പണ്ട് തലേക്കുന്നിൽ ബഷീറൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണ്. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ പരമാവധി CPM ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്കിലും അവസാനം പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ് അടൂർ പ്രകാശ് എന്നതുകൊണ്ട് അടൂർ പ്രകാശിനെ എഴുതി തള്ളാനുമാവില്ല എന്നതാണ് ആറ്റിങ്ങലിന്റെ യാഥാർത്ഥ്യം. പ്രവചനാതീതം. തിരുവനന്തപുരം മണ്ഡലം ഏറെ നോക്കിക്കാണുന്ന മണ്ഡലമാണ്, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലവുമാണ്. അവിടെ ജെനുവിൻ ത്രികോണ മത്സരത്തിന്റെ ഒരു ഫീലാണ് ആദ്യം ഉണ്ടായതെങ്കിലും അവസാന റൗണ്ടിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഏറെ പിന്നോട്ട് പോയി എന്ന് പറയാനാവില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരുമ്പോൾ, വോട്ടെടുപ്പ് ദിനം 26-ാം തീയതി വോട്ടെടുപ്പിന്റെ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഇടതുപക്ഷ പ്രവർത്തകർ, നേതാക്കൾ ഒന്നുകൂടി അത് വിലയിരുത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു. BJP ജയിച്ചു വരും, രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരും എന്ന ഘട്ടം വന്നാൽ അതിനെ തടയിടാൻ ഇന്നത്തെ നിലയിൽ കഴിയുന്നത് CPM-ന്റെ കേഡർ സംവിധാനത്തിന് മാത്രമാണ്. ആ കേഡർ സംവിധാനത്തിന്റെ ഒരു പങ്ക് UDF സ്ഥാനാർത്ഥി ശശി തരൂർ, UDF-നെ അവർ എതിർക്കുമ്പോഴും BJP-യെ ഒഴിവാക്കാൻ വേണ്ടി ശശി തരൂരിനായി മറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ശശി തരൂരിന് ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അതേസമയം LDF-ന്റെ എല്ലാ വോട്ടുകളും പന്ന്യൻ രവീന്ദ്രന്റെ വോട്ടിൽ വീഴുകയും കോൺഗ്രസ് വോട്ടുകൾ നല്ലൊരു പങ്ക് ശശി തരൂരിന് വീഴുകയും BJP വോട്ടും ന്യൂട്രൽ വോട്ടുകളുടെ ഒരു നല്ല പങ്കും അതുപോലെ ടെക്നോക്രാറ്റുകളുടെ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് വീഴുകയും ചെയ്താൽ രാജീവ് ചന്ദ്രശേഖരിലൂടെ താമര ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിരിയും. നേമം മണ്ഡലത്തിലാണ് ആകപ്പാടെ ഒരിക്കൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ രാജഗോപാലിലൂടെ താമര വിരിഞ്ഞത്. ആദ്യമായി ലോക്സഭയിൽ താമര വിരിഞ്ഞാൽ അത് തിരുവനന്തപുരമായിരിക്കാനാണ് സാധ്യത. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ല, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിനെ തടയിടാൻ ഇന്നത്തെ നിലയിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ലത്തീൻ കത്തോലിക്ക കമ്മ്യൂണിറ്റി, CSI കമ്മ്യൂണിറ്റി, നാടാർ വിഭാഗങ്ങൾ, തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നല്ല ഗൃഹപാഠം നടത്തി വരുന്നത് ജയിച്ചു വന്ന് കേന്ദ്രമന്ത്രിയാകാനാണ്. ആ ഒരു ഇനി വല്ലതും നടക്കും എന്ന പ്രചരണം ഒരുപക്ഷെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ജനങ്ങൾ പലരും കാണുന്നുണ്ട്. അതിന് തടയിടണമെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ ശ്രീ ശശി തരൂരിലേക്ക് അവസാന നിമിഷം കേന്ദ്രീകരിക്കാൻ കഴിയണം എന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരം. മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ UDF-ന് നല്ല ഒരു മേൽക്കൈ ഉണ്ട്. ഇടതുപക്ഷത്തിന് 2-3 സീറ്റുകൾ ജയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ BJP-ക്ക് വിജയസാധ്യതയുള്ള തിരുവനന്തപുരം മണ്ഡലം, നല്ല ഫൈറ്റിംഗ് ചാൻസ് ഉള്ള തൃശ്ശൂർ മണ്ഡലം എന്ന നിലയിൽ നിൽക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം കേരളത്തിലേത്.